പയറിൻ്റെ ഒരു പച്ചപ്പും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയപ്പം ഇതുപോലെ നമുക്ക് കാണാം. നല്ല സാധാരണ നമ്മുടെ പോപ്കോൺ പോലെ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു കളർ കൂടിയുണ്ട്. അതായത് നമ്മുടെ ആ ഒരു പച്ചപ്പയറിൻ്റെ ആ ചെറിയൊരു പച്ച കളർ കൂടി നമുക്ക് ഇതിനകത്ത് കാണാം. ഇനി നമുക്കിത് ഒട്ടും താമസിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നമ്മൾ കഴിച്ച് നോക്കാൻ പോകണേ. എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം. നല്ല ക്രഞ്ചിയാണ്. സാധാരണ നമ്മൾ പോപ്കോൺ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിനെ ഒരു അല്പം കൂടി വ്യത്യാസമുള്ള ഒരു ടേസ്റ്റ്. അതായത് പയറിൻ്റെ ഒക്കെ ഒരു അങ്ങനെ ഫീൽ വന്നുകൊണ്ടാവാം. എന്താണെങ്കിലും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ്. നല്ല ഒരു റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ തീർന്നിട്ടില്ല. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി തൊട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോയുടെ. ഓക്കെ, അപ്പോൾ എന്തായാലും സാധാരണ നമ്മുടെ എല്ലാ വീഡിയോയും നമ്മൾ എല്ലാവരും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ പ്രത്യേകം പറയും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുക, ട്രൈ ചെയ്ത് നോക്കുക, ടേസ്റ്റാണ്, മറ്റേതാണ്, മറിച്ചാണ്, മാണയാണ്, ഗുണയാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഞാനും ഇതുപോലുള്ള പല ഫുഡിൻ്റെ വീഡിയോകൾ ചെയ്ത ശേഷം എല്ലാവരും പറയാറുണ്ട് അതെല്ലാം നിങ്ങൾ ഉണ്ടാക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സാധനം നിങ്ങൾ ഉണ്ടാക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം നിങ്ങൾ വിചാരിച്ചാൽ ഈ ഒരു രീതിയിൽ ഈ ഒരു പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതാണ് അതിന് സത്യം. സത്യമായിട്ട് ഞാൻ പറയാം. കാരണം നിങ്ങളെ കണ്ട് ഉണ്ടാക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അത് നടക്കത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്ത് ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒരുപാട് വൈറലായ ഒരു കാര്യമാണ്. ഈ പച്ചപ്പയർ ഉപയോഗിച്ച് എങ്ങനെ പോപ്കോൺ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഭയങ്കരമായിട്ട് വൈറലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കള്ളത്തരം ഞാൻ കാണിച്ചു തരുവാണ് ചെയ്യുന്നത്. ഓക്കെ, സത്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും ഇവിടം വരെയാണ് നമ്മൾ ശരിക്കും കണ്ടിരുന്നത്. അതായത് പയറിട്ടു, അതോടൊപ്പം തന്നെ ഉപ്പിട്ടു, പിന്നെ നമുക്കൊരല്പം ബട്ടർ കൂടി നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം ഞാനിത് ക്ലോസ് ചെയ്തു. ഇവിടം വരെയാണ് ഇത് ശരിക്കും സത്യമായിട്ടുള്ള അവസ്ഥ. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചേക്കുന്ന കാര്യം വളരെ സിമ്പിളാണ്. അതിനുശേഷം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് ഞാൻ പതുക്കെ ക്യാമറ കട്ട് ചെയ്തു. ക്യാമറ കട്ട് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഈ പച്ച ഈ പയറ് നമ്മൾ ഇതേപടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അതായത് മൊത്തം നമ്മൾ മാറ്റുന്നു. അതിനുശേഷം നമുക്കിതിലേക്ക് സാധാരണ നമ്മുടെ പോപ്കോൺ ഇതുപോലെ തന്നെ എടുത്തിടും. അത് നമ്മൾ ആരും കാണുന്നില്ല എന്നുള്ളതാണ്. സാധാരണ ഇതുപോലെ ഫ്ലേക്ക് വീഡിയോ ചെയ്ത് അവരും ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എടുത്തിടും. ഇട്ട ശേഷം അതിലേക്ക് ഒരല്പം നെയ്യ് നേരത്തെ ഇട്ട പോലെ തന്നെ ആഡ് ചെയ്യും. അതോടൊപ്പം തന്നെ കളർ വരാൻ വേണ്ടി സാധാരണ നമ്മുടെ ഒരു ഗ്രീൻ ഫുഡ് കളർ, പച്ച കളർ നമുക്ക് മേടിക്കാൻ കിട്ടും. ആ ഒരു കളറും ഒരല്പം കളറും ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യും. ഒരല്പം ഉപ്പ് കൂടി ഇടാം.